എല്ലാ മലയാളികൾക്കും ജനഭൂമിയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം ആരെക്കൊണ്ടും തകർക്കാൻ പറ്റാത്തതാണ്. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യയിലാണ്. റഷ്യയുമായി ഭാരതം വളരെ സജീവമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നാറ്റോയിൽ നിന്ന് റഷ്യ നേരിടുന്ന ഉപരോധം, അതോടൊപ്പം തന്നെ അമേരിക്ക റഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കാര്യങ്ങൾ, ഇതിൽ ഉപരി ഭാരതവും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഇതൊക്കെയാണ് ചർച്ചാ വിഷയങ്ങൾ. അതിലപ്പുറം ഭാരതത്തിന് വളരെയധികം ആവശ്യമാണ് റഷ്യയുടെ സഹകരണം. നാറ്റോയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തുമ്പോൾ റഷ്യ ചൈനയുടെ ചേരിയിലേക്ക് ചെന്നുപെട്ടാൽ, ചൈനയുടെ ഒരു ഉപരാജ്യം എന്ന നിലയിൽ തരം താണാൽ തീർച്ചയായും ഭാരതത്തിന്റെ അതിർത്തി സുരക്ഷയ്ക്ക് ഇത് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ആ ഒരൊറ്റ കാരണം തന്നെ മതിയാകും ഭാരതത്തിന് റഷ്യയുമായിട്ടുള്ള ഒരു സഹകരണം എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഭാരതം അത് തന്നെയാണ് ഭാരതത്തിന്റെ മുൻതൂക്കം. ഭാരതത്തിന്റെ ആവശ്യമാണ് ഭാരതം മുൻപിലേക്ക് വയ്ക്കുന്നത്. മറ്റെല്ലാ ആവശ്യങ്ങൾക്കപ്പുറം ഭാരതത്തിന്റെ ജനതയുടെ സുരക്ഷ, അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി, ഇതൊക്കെ തന്നെയാണ് ഭാരതം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അത് തന്നെയായിരിക്കും ഏതൊരു രാജ്യവുമായി സഹകരണത്തിലാകുമ്പോഴും ഭാരതം ഏറ്റവും പ്രധാനമായും മുൻപിൽ വയ്ക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ റഷ്യയുമായി സഹകരിക്കുക എന്നത് ഭാരതത്തിനൊരു നന്ദി പ്രകടിപ്പിക്കുക കൂടിയുള്ള ഒരു കാര്യമാണ്. അതായത് 1971 ഭാരതവും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനിടയിൽ അമേരിക്കയും UK ഒക്കെ പാകിസ്ഥാനൊപ്പമാണ് നിലയുറപ്പിച്ചത്. പക്ഷേ റഷ്യ ഭാരതത്തിനൊപ്പം നിലനിന്നു. അങ്ങനെ നിലനിന്നത് കൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഭാരതത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് മോചിതമായി. ആ ഒരു ഘട്ടം, അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഭാരതത്തെ സഹായിക്കുന്നതിൽ റഷ്യ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത്. അത് മാത്രമല്ല, പലതവണ അമേരിക്ക ഭാരതത്തെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലും റഷ്യ ഭാരതത്തിനൊപ്പം നിന്നു. ഇതിനു പുറമെ UN റഷ്യയുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെ പലതവണ റഷ്യ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ റഷ്യ എല്ലാ കാലത്തും നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യ ഭാരതത്തിനൊപ്പം തന്നെ നിലയുറപ്പിച്ചു. എപ്പോഴൊക്കെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിന്റെ ശബ്ദമായി നിലനിന്ന രാജ്യം റഷ്യയാണ് എന്നുള്ളതാണ്. ആ ഒരു നന്ദിയും ഭാരതത്തിനുണ്ട്. അതോടൊപ്പം റഷ്യക്ക് ഭാരതവുമായി പ്രതിരോധ സംവിധാനത്തിൽ വലിയ സഹകരണമാണ് ഉള്ളത്. സുഖോയ് MK-30 വിമാനത്തിന്റെ കാര്യത്തിലായാലും, അതോടൊപ്പം തന്നെ INS വിക്രമാദിത്യയുടെ കാര്യത്തിലായാലും, ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലും ഭാരതവും റഷ്യയുമായിട്ട് സഹകരണത്തിന്റെ പുറത്താണ് നിർമ്മിക്കപ്പെട്ടത്. കൂടംകുളം ആണവായുധ നിലയം റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഭാരതത്തിൽ നിർമ്മിച്ചത്. ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഭാരതവും റഷ്യയുമായിട്ട് ചേർന്നുണ്ട്. അതോടൊപ്പം തന്നെ അണവായുധം ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾ ഭാരതത്തിന് സമ്മാനിച്ച 1971 ഭാരതത്തിനൊപ്പം ഭാരതത്തിന് വേണ്ടി അന്തർവാഹിനികൾ ഉപയോഗിക്കുവാൻ റഷ്യ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ, ആ ഒരു അർത്ഥത്തിൽ കൃത്യമായ സുരക്ഷ ഭാരതത്തിന് വേണ്ടി ഒരുക്കുന്നതിൽ, ഭാരതത്തിന് സഹായ വാഗ്ദാനം നൽകുന്നതിൽ എല്ലാ കാലത്തും റഷ്യ ഒരു 1-ാം നമ്പർ രാജ്യമായിട്ട് തന്നെ നിലനിന്നിട്ടുണ്ട്. അതോടൊപ്പം ഭാരതത്തിന്റെ വളനിർമ്മാണം, കാർഷിക മേഖലയിൽ റഷ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും റഷ്യ സഹായിക്കുന്നുണ്ട്. ഭാരതവും റഷ്യയുമായുള്ള സഹകരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഏറെ ഗുണകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ചൈന ഭാരതത്തിനെ എതിർത്ത് വന്നാലും ആ സമയത്ത് പോലും റഷ്യ ഭാരതത്തിനൊപ്പം ഉണ്ടാകും. റഷ്യയിൽ ധാരാളം ധാതുക്കളുണ്ട്, മിനറലുകളുണ്ട്. ഇതെല്ലാം തന്നെ ഭാരതത്തിന് കൂടി ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിൽ റഷ്യക്ക് ഭാരതത്തിനൊപ്പം നിൽക്കുവാൻ കഴിയും. അതുകൊണ്ടൊക്കെ തന്നെ അമേരിക്ക ഇനി എത്ര വലിയ താരിഫ് ഏർപ്പെടുത്തിയാലും ഭാരതം റഷ്യക്കൊപ്പം നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പല ആൾക്കാരും റഷ്യക്കൊപ്പം ഭാരതം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും, അമേരിക്കയെ ഭയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിന് മറുപടിയായി നൽകിയത് ഭാരതത്തിന്റെ ആവശ്യമാണ് ഭാരതത്തിന് ഏറ്റവും പ്രധാനം. എസ് ജയശങ്കർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂറോപ്യൻ സെൻട്രിക് ലോകത്തെക്കുറിച്ചല്ല ഭാരതം ചിന്തിക്കുന്നത്, ഒരു ഇന്ത്യൻ സെൻട്രിക് ആയിട്ടുള്ള, ഇന്ത്യയെ കേന്ദ്രമാക്കിയുള്ള ലോകത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ചില ആൾക്കാരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന്.
ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഭാരതത്തിൻ്റെതായ വഴികളുണ്ട്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ ഭാരതത്തിന് നല്ല കെൽപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. ഇപ്പോൾ ഇറാൻ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഓയിൽ നമുക്ക് ഇറാനിൽ നിന്ന് വരുത്തുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ ആ സമയത്ത് റഷ്യയിൽ നിന്നാണ് ഭാരതം എണ്ണ വാങ്ങുന്നത്. എണ്ണ വില ഭാരതത്തിന് കുറച്ചു കൊടുക്കുന്നുണ്ട് റഷ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ബന്ധം ഭാരതത്തിന് വിടാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇപ്പോൾ തന്നെ എസ് ജയശങ്കർ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ഈ റഷ്യയുമായുള്ള സഹകരണത്തിനുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ അജിത് ഡോവൽ നിലവിൽ ചൈനയിലാണ് ഉള്ളത്. ചൈനയുടെ അതിർത്തിപരമായിട്ടുള്ള ചൈനയുടെ കടന്നുകയറ്റവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നതിനൊക്കെയുള്ള ഒരു താക്കീത് കൂടി നൽകുക എന്നതാണ് ലക്ഷ്യം. ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപിൽ ഇത്തരത്തിലൊരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായും അജിത് ഡോവൽ ഉന്നയിക്കുന്ന കാര്യം ഭാരതത്തിൻ്റെ സുരക്ഷയാണ്. അതിർത്തിയിലെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം കൂടി പരിഗണിക്കുമ്പോഴാണ് റഷ്യയുമായുള്ള ഭാരതത്തിന്റെ ചങ്ങാത്തത്തിന് ഏറെ പ്രസക്തി ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.